ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നമ്മളിത് ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളിത് കഴിച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം കഴിക്കുന്നവരല്ലേ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളിന്നിവിടെ ചക്ക വെച്ചിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മാവ് റെഡിയാക്കി എടുത്ത ഉടനെ തന്നെ നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അത് നല്ലൊരു വെറൈറ്റിയും കൂടെയാണ്. അപ്പോൾ വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ. നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഒട്ടുമിക്ക പേരും ഉണ്ണിയപ്പം കഴിച്ചിട്ടുള്ളവരായിരിക്കും. ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കിപ്പോൾ ചക്കയും മാങ്ങയുടെയൊക്കെ നല്ല സീസണല്ലേ. അപ്പോൾ ഒരു 10 ചോളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിൽ 2.5 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളത്തിൽ ഞാനിതാ അവിടെ ഒരു 5 അച്ച് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ അപ്പം നമ്മളിവിടെ എൻ്റെ കയ്യിൽ ചക്ക ഒരു 2 ചക്ക എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കുരുവൊക്കെ കളഞ്ഞ് എല്ലാം ഒന്ന് ക്ലിയറാക്കി എടുത്തിട്ട് നമ്മളിതാ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിത് വരട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ചെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ഫ്രീസ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വെച്ചെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചക്കയുടെ ഒരു ഫ്ലേവർ കിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരത്തിന്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാനോ ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനോ ചക്ക ഇലയുടെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വലിയ പാത്രത്തിൽ നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് കുറേശ്ശെ നമ്മളിത് മാറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമുക്ക് നമ്മുടെ പച്ചരി ഒന്ന് പൊടിച്ചെടുക്കണം. അതിനിതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു 2 തവണയായിട്ട് നമുക്ക് ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കിതൊരു റവയുടെ ഒരു പരുവത്തിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. ചെറിയ തരികളോട് കൂടിയിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. കാരണം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ഏലയ്ക്ക്, വളരെ കുറച്ച് നല്ല ജീരകം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പൾസ് മൂടിലിട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ തരികളായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കുക. കണ്ടില്ല, ചെറിയ തരികളോട് കൂടിയിട്ട് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ പൊടിച്ചെടുക്കുന്നത് നമ്മൾ ഇനിയിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല കേട്ടോ. ചെറിയ തരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അടുത്തതും ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പച്ചരിയൊക്കെ നമ്മൾ 2 തവണയായിട്ട് നമ്മളിതാ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ശർക്കരയിൽ ഉപ്പുണ്ടായിരിക്കും, നോക്കിയിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ചൂട്ടോടെ തന്നെ നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു വിസ്ക് വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ നല്ല ചൂടിലാണ് നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇതേപോലെ നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കിതിൽ ബേക്കിംഗ് സോഡ ചേർക്കണമെന്നില്ല. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മധുര കൂടുതലിലാണ് നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ തന്നെ മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവാത്ത പോലെ തോന്നും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ച് മധുരം വേണം, നെയ്യപ്പത്തിനായാലും കുഴിയപ്പത്തിനായാലും. അപ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റിൽ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടിച്ച് വെച്ച നമ്മുടെ ഈ ഒരു ചക്കയിൽ നിന്ന് ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി ഞാനിത് ഫ്രീസറിലേക്ക് തന്നെ വെച്ചെടുക്കും. നമുക്ക് ചക്കയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിന് കിട്ടണം. ഇത്രയും മതി. അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് റെഡിയാക്കി എടുക്കണം. കണ്ടില്ലേ, നല്ല തിക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ശർക്കരപ്പാനി നമ്മൾ മുഴുവനായിട്ടും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് നമുക്കിവിടെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് മാറ്റി വെക്കാം. നമ്മുടെ മാവിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതും പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോളം കറുത്ത എള്ള് നെയ്യിൽ നല്ല പോലെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ ഉണ്ണിയപ്പം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ച് ഇനി ഞാനിതേപോലെ ഗ്ലാസ്സിലേക്ക് നമ്മൾ മാവൊന്ന് കോരി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ചെറിയ ഉണ്ണിയപ്പച്ചട്ടി കേട്ടോ, കുഴിയാട്ടാ. കുഴിയുടെ മീതൊക്കെ അങ്ങോട്ട് ഒഴിക്കണ്ട. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല കേട്ടോ. കലക്കിയ ഉടനെ തന്നെ നമ്മൾ കുഴിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഗ്യാസ് സ്റ്റോപ്പിൽ അപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇത് അപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്കിതിലൊന്ന് ഒരു ഷേപ്പ് കിട്ടാൻ മാത്രമേ നമ്മളിതിൽ ഒഴിച്ചെടുത്താൽ മതിയാവും. ഉണ്ണിയപ്പം നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നല്ലൊരു ചക്കയുടെ ഒരു ഫ്ലേവർ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല പോലെ കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൽ തന്നെ വെച്ച് ഓരോന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും ഒത്തിരി സമയം പിടിക്കും. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ചധികം എണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇനി ഇതൊന്ന് റെഡി ആവട്ടെ, അപ്പോഴേക്കും നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിൽ നിന്ന് നമ്മുടെ ഈ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കോരി മാറ്റാനായിട്ട് പറ്റും. ഒത്തിരി എണ്ണയുടെ ആവശ്യവും നമുക്ക് വരില്ല കേട്ടോ. ഇതേപോലെയാണ് ഞാനിവിടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തയക്കാനൊക്കെ ആകുമ്പോഴും ഇതേപോലെ തന്നെ ഒരുപാട് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടി വരില്ലേ. ഒത്തിരി സമയം നമ്മൾ കുഴിയപ്പ ചട്ടിയിൽ നിന്നിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിതാ കുറച്ചധികം തന്നെ നമ്മളിവിടെ നിന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം നമ്മളിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഒരുമിച്ച് തന്നെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി കോരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ. ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളിത് കഴിക്കണം കേട്ടോ. അത്രയും ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല നമുക്കിത്. ചക്കയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതേപോലെ ചക്ക നമ്മൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മൾ ഇതേപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സീസൺ കഴിയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ചക്ക വെച്ചിട്ടുള്ള കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതിങ്ങനെ റെഡിയാക്കി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചക്കയുടെ ഒരു ഫ്ലേവറാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.